വിദ്യാർത്ഥികൾ. അടുത്തതാണ് ചാപത്തിന്റെ കേന്ദ്രകോണും മറുചാപത്തിലെ കോണും. ഒരു വൃത്തം, ആ വൃത്തത്തിലെ ഒരു ചാപാന്ന് എഴുതുന്നത്, ചെറിയൊരു ചാപ AC. അതിൻ്റെ അഗ്രബിന്ദുക്കളാണ് എയും ബിയും. എയിൽ നിന്ന് ഒരു ഞാൻ, ബിയിൽ നിന്ന് ഒരു ഞാൻ വലിച്ചു അതിൻ്റെ ശിഷ്ടചാപത്തിലെ ACBയുടെ ശിഷ്ടചാപത്തിലെ ഒരു ബിന്ദുവിൽ യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു കോണുണ്ടായി എന്ന് പറഞ്ഞാൽ ACB എന്ന ചാപത്തിന്റെ ശിഷ്ടചാപത്തിൽ വരുന്ന കോൺ. ഒരു ചാപത്തിൽ വരുന്ന കോൺ കണക്കൂട്ടുന്നത് ഇങ്ങനെയാണ്. ആ ചാപത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളും ചാപത്തിന്റെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാൽ, ABC എന്ന ചാപ ഇതാണെങ്കിൽ ചാപത്തിലെ സിന്നും എന്നും ഓരോ ഞാണുകൾ B എന്ന ബിന്ദുവിലേക്ക് യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോണാണ് ABS എന്ന ചാപത്തിലേക്ക്. ഇവിടെ നമ്മൾ നോക്കുന്ന ACB എന്ന ചാപ, അതിന്റെ ശിഷ്ടചാപമാണ് ADC. ശിഷ്ടചാപത്തിന്റെ ചാപത്തിലെ ഒരു ബിന്ദുവില് ഇതിന്റെ അഗ്രബിന്ദു എന്ന് വരയ്ക്കുന്ന ഞാണുകൾ ഉണ്ടാക്കുന്ന കോണാണ് D. അത് 30 കരുതുക. ഈ എയിൽ നിന്ന് വേറൊരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു, ബിയിൽ നിന്ന് യോജിപ്പിച്ചു. ഇതിന്റെ അളവ് 30 എന്ന് പറഞ്ഞാൽ ACB എന്ന ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് അതിന്റെ ശിഷ്ടചാപത്തിലേക്ക് ഒരു കോൺ നിർമ്മിച്ചാൽ ആ കോണിന്റെ എല്ലാ അളവുകൾ 30 ഡിഗ്രി. ഇത് 30. ഇതിപ്പോ നമ്മൾ X ആണെന്ന് കരുതുക, ഇത് 2X. ഇവിടെ ഏത് ബിന്ദുവും എയും ബിയുമായിട്ട് യോജിപ്പിച്ചൊരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോണിന്റെ അളവ് തുല്യമായിരിക്കും. അതെല്ലാം ADB എന്ന വലിയ ചാപത്തിലെ കോണുകളാണ്. അപ്പോൾ ഒരു ചാപത്തിൽ വരുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. ഒരു ചാപത്തിലെ കോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചാപത്തിന് രണ്ട് അഗ്രബിന്ദുവും ആ ചാപത്തിന്റെ രണ്ട് അഗ്രബിന്ദു അതിന്റെ ശിഷ്ടം ബാക്കിയുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു ബിന്ദുവായി നിർമ്മിക്കുന്ന കോണാണ് ചാപത്തിലെ കോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോ ADB AFB ആയിക്കോട്ടെ, AFB ADB AEB ഇതെല്ലാം ഒരേ അളവായിരിക്കും. അപ്പോ ഇതാണ് മറുചാപത്തിലെ കോൺ. അപ്പോൾ ഒരു ചാപത്തിന്റെ മറുചാപത്തിലെ കോൺ ഈ ചാപമായിട്ട് ബന്ധമുണ്ട്. മറുചാപത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും. അപ്പൊ അതിനെന്താണ് കാരണം? ഈ ചിത്രം വേറെ വിധത്തിൽ വരയ്ക്കാം. ഒരു വൃത്തം, വൃത്തകേന്ദ്രം O, ഇവിടെ ഒരു ചാപം നിർമ്മിച്ചു AB. അത് തിരിച്ചറിയാൻ ഒരു C കൊടുത്തു. ഈ കോൺ 80 ഡിഗ്രിയാണ് വരുന്നത്. ഇതിന്റെ അറ്റത്തുനിന്നൊരു കോൺ ഒരു ഞാൻ വരച്ചു, ബിന്ന് വേറൊരു ഞാൻ വരച്ചു. ഇതാണ് ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്നത്. ഇത് D ആണെങ്കിൽ AD. ഈ ADBയുടെ അളവ് 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ആ ചാപം ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ. അപ്പോ ഈ എയിൽ വേറൊരു ഞാൻ വരച്ച് വേറൊരു ബിന്ദുവായിട്ട് യോജിപ്പിച്ചു. അപ്പോഴും ഈ നിയമം ബാധിക്കുന്നില്ലേ? ചാപത്തിന്റെ ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോണല്ലേ, അത് 40 ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഏർപ്പെട്ട ഏത് ബിന്ദുവായിട്ട് യോജിപ്പിച്ചാലും കിട്ടുന്ന കോൺ ഇതിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഒരു ചാപത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും എന്ന് പറയാം. അതേപോലെ ഒരു ചാപത്തിന്റെ ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോണുകളെല്ലാം തുല്യമാകും. അതിന് കാരണം ആ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും ഇത്. അപ്പോൾ ഇതിപ്പോ X ആണെന്ന് കരുതുക, ഇതൊക്കെ X ആയിരിക്കും. അപ്പോൾ ഇതിന്റെ അളവ് 2X. അപ്പോ ഏത് കോൺ എടുത്താലും ഈ കേന്ദ്രകോണിന്റെ, അപ്പൊ കേന്ദ്രകോണിന്റെ അളവ് അറിയാമെങ്കിൽ ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ അറിയാം. ശിഷ്ടചാപത്തിൽ നിന്ന് കോൺ അറിയാമെങ്കിൽ കേന്ദ്രകോണിന്റെ അളവ് അറിയാം. ഇനി ഇതിനകത്ത് കുറെ കണക്കുകൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ തത്വം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു വൃത്തം, ആ വൃത്തത്തിൽ ഒരു ചാപമുണ്ട് 50 ഡിഗ്രി. ചിത്രത്തിലെ പച്ച നിറമുള്ള ചാപത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ കളറൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിന് AB എന്ന് കൊടുക്കാം, ഇത് C. അപ്പൊ വൃത്തത്തിലെ ACB എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയാണ്?
ഇവിടെ കേന്ദ്രം വരയ്ക്കണമെന്നില്ല. ഈ കോണിന്റെ അളവ് ഇപ്പൊ പറഞ്ഞ നേരെ വിപരീതം. ഒരു ചാപം കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ. അപ്പൊ ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ 50 ആണെങ്കിൽ അതിന് 2 മടങ്ങായിരിക്കും. ഇത് 100 ആണ്. അപ്പൊ 100 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് ഒരു വൃത്തം. ABC, കേന്ദ്രം O, Oയും Bയും യോജിപ്പിച്ചു. ഇവിടെ 70 ഡിഗ്രി. ചിത്രത്തിലെ കോൺ C കണ്ടുപിടിക്കുക. ഇപ്പൊ ചെയ്തതിന്റെ വിപരീതം. ചാപം AB വേണമെങ്കിൽ ഇവിടെ ഒരു ബിന്ദു കൊടുക്കാം. പേര് ഇന്നത്തെ തൽക്കാലം ചെറിയ ചാപ AB എന്ന് പറയാം. ചെറിയ ചാപ AB-യുടെ കേന്ദ്ര കോണാണ് 70. ഈ ചെറിയ ചാപ AB-യുടെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും ആ ചാപ അതിന്റെ ശിഷ്ടചാപത്തിന് അല്ലെങ്കിൽ മറുചാപത്തിൽ. മറുചാപം എന്ന് പറഞ്ഞാൽ ശിഷ്ടചാപം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. മറുചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ. അപ്പൊ കോൺ സിയുടെ അളവ് 70ന്റെ പകുതിയാണ്, 35. ഇനി ഈ കോണാ തന്നെങ്കിൽ അതിന്റെ 2 മടങ്ങ് കാണണം. കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന കോൺ ശിഷ്ടചാപത്തിന്റെ 2 മടങ്ങ്. ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോൺ കേന്ദ്ര കോണിന്റെ പകുതി. ഇനി അടുത്തത് ഒരു വൃത്തം. അതിൽ P, Q, R, S 4 ബിന്ദുക്കൾ. വൃത്തകേന്ദ്രം O. PR O കൂടെ കടന്നു പോകും. അതിനർത്ഥം PR ഒരു വ്യാസം. ചാപം PQR ഒരു അർദ്ധവൃത്തമാണ്. PR വ്യാസമായതുകൊണ്ട് ചാപം PQ ഒരു അർദ്ധവൃത്തമാണ്. ഇതിന്റെ കേന്ദ്ര കോൺ എത്രയാണ്? കോൺ Q, കോൺ S ഇവ കണക്കാക്കുക. ഈ ഒരു അർദ്ധവൃത്തത്തിലെ കോണിന്റെ പ്രത്യേകത എന്താണ്? നമുക്കിപ്പോ വേണ്ടത് PQR-ന്റെ കേന്ദ്ര കോൺ എത്രയാണ്? PQR അർദ്ധവൃത്തം. PQR അർദ്ധവൃത്തമായാൽ PSR അർദ്ധവൃത്തം. അപ്പൊ അതിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഈ കോണായിരിക്കും. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്ര കോൺ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്ത് നോക്കിയാൽ പ്രൊട്രാക്ടറിന്റെ ഫുൾ അളവ് ഇവിടുന്ന് തുടങ്ങി തിരിച്ചവിടെ എത്തിയാൽ 180 ഡിഗ്രിയാണ്. അതൊരു അർദ്ധവൃത്തത്തിന്റെ കേന്ദ്ര കോണാണ്. അപ്പോ കേന്ദ്ര കോൺ 180. ഇനി കോൺ Q, കോൺ S ഇവ കണക്കാക്കുക. കോൺ Qയും Pയും Qയും R കൂടെ യോജിപ്പിക്കുക. അപ്പോ ഇത് PSR എന്ന അർദ്ധവൃത്തം ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോണാണ്. ചാപത്തിൽ നിർമ്മിക്കുന്ന കോണാണ് കോൺ Q. PSR എന്ന അർദ്ധവൃത്തം ശിഷ്ടചാപത്തിൽ നിർമ്മിക്കുന്ന കോണാണ് കോൺ Q. അപ്പൊ PSR-ന്റെ കേന്ദ്ര കോൺ എത്രയാ? PQR-ന്റെ കേന്ദ്ര കോൺ 180 ഡിഗ്രി, PSR-ന്റെ കേന്ദ്ര കോൺ 180 ഡിഗ്രി. അതുകൊണ്ട് കോൺ Q 180ന്റെ പകുതി 90 ഡിഗ്രി. അപ്പോ ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെ പഠിക്കണം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോണം. കാരണം അതിന്റെ ശിഷ്ടചാപം അർദ്ധവൃത്തായിരിക്കും. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്ര കോൺ 180 ആണ്. 180ന്റെ പകുതി 90. ഇനി കോൺ S ഇതേപോലെ തന്നെയാണ്. PQR-ന്റെ ശിഷ്ടചാപം
പി ക്യു ആറിന്റെ ശിഷ്ടജാവത്തിൽ പി ക്യു ആർ നിർമ്മിക്കുന്ന കോൺ എസ്. അതുകൊണ്ട് കോൺ എസും 150ന്റെ പകുതി 90. പി ക്യു ആർ അർത്ഥവൃത്തം, അതിന്റെ കേന്ദ്രം 150. അതായത് ശിഷ്ടാവത്തിൽ നിർമ്മിക്കുന്ന കോൺ എസ് വേണമെങ്കിൽ യോജിപ്പിക്കാം. കോൺ എസിന്റെ അളവും 90. ഇനി അടുത്തത് ഒരു വൃത്തം. ഇവിടെ ഒരു ഡി, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. എ ഡി, എ ബി, ബി സി, ഡി സി. ഈ വരച്ചേക്കുന്നത് ഒന്നും വ്യാസങ്ങളല്ല, ഒരു വശം വ്യാസമല്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു ചാപം അർത്ഥവൃത്തമല്ല. ചാപം എ ഡി സി, ചാപം എ ബി സി ഇവയുടെ കേന്ദ്ര കോൺ കണ്ടുപിടിക്കുക. കോൺ ബി, കോൺ എ ഇവ കണക്കാക്കുക. അത് കോൺ ഡി തന്നിട്ടുണ്ട് 50 ഡിഗ്രി, കോൺ സി തന്നിട്ടുണ്ട് 80 ഡിഗ്രി. നമുക്ക് കാണുന്നത് ചാപം എ ഡി സി. ചാപം എ ഡി സി അതിന്റെ ശിഷ്ടജാപത്തിൽ നിർമ്മിക്കുന്ന കോണത്തിലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ചാപം എ ബി സി ആദ്യം കണ്ടുപിടിക്കാം. ചാപം എ ബി സി അതിന്റെ ശിഷ്ടജാപത്തിൽ നിർമ്മിക്കുന്ന കോണാണ് 50 ഡിഗ്രി. അപ്പോ ചാപം എ ബി സി നിർമ്മിക്കുന്ന കോണാണ് കോൺ ഡി സമം 50 ഡിഗ്രി. അതുകൊണ്ട് എ ബി സിയുടെ കേന്ദ്രകോൺ, ചാപത്തിന്റെ കേന്ദ്രകോൺ അത് ശിഷ്ടജാപം നിർമ്മിക്കുന്ന കോണിന്റെ 2 മടങ്ങ്. 2 × 50 സമം 100. ഇനി നമുക്ക് വേണ്ടത് ചാപം എ ഡി സി. എ ഡി സിയുടെ കേന്ദ്രം എ ബി സിയുടെ പ്രത്യേകത എന്താ? എ ഡി സി എ ബി സിയുടെ ശിഷ്ടജാപം. അപ്പൊ ഒരു ചാപം അതിന്റെ ശിഷ്ടജാപം കൂടെ കൂട്ടിയാൽ 360 വരും. ആ 360 100 കുറയ്ക്കുക. 260 ഡിഗ്രിയാണ് ചാപം എ ഡി സിയുടെ കേന്ദ്രകോൺ. എ ഡി സിയുടെ കേന്ദ്രകോൺ 260, എ ബി സിയുടെ കേന്ദ്രകോൺ 100. അപ്പൊ 2 ചാപങ്ങളിലെ കിട്ടി. ഇനി കോൺ ബി കണ്ടുപിടിക്കും. കോൺ ബി എ ഡി സി നിർമ്മിക്കുന്ന എ ഡി സിയുടെ കേന്ദ്രകോൺ നമുക്ക് കിട്ടി 260. അപ്പൊ കോൺ ബിയുടെ അളവ് 260ന്റെ പകുതി 130. നമുക്ക് ആവശ്യം കോൺ ബി എ ബി സി എന്ന ചാപത്തിൽ അതിന്റെ ശിഷ്ടജാപം നോക്കിയാൽ എ ഡി സി ആണ് എ ബി സിയുടെ ശിഷ്ടജാപം. അപ്പോൾ ഈ ശിഷ്ടജാപം എ ഡി സി എന്ന ചാപം അതിന്റെ ശിഷ്ടജാപം നിർമ്മിക്കുന്ന കോണാണ് കോൺ ബി. അപ്പോൾ ഒരു കോണിന്റെ അളവ്, വൃത്തത്തിലൊരു കോണിന്റെ അളവിന്റെ 2 മടങ്ങാണ് ശിഷ്ടജാപത്തിന്റെ കേന്ദ്രകോൺ. ശിഷ്ടജാപത്തിന്റെ കേന്ദ്രകോൺ 260 കിട്ടിയിട്ടുണ്ട് എ ഡി സി. അതിന്റെ പകുതിയാണ് 130. അപ്പൊ കോൺ ബി 130. ഇനി നമുക്ക് അറിയേണ്ടത് കോൺ എ ആണ്. 2 വിധത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പൊ പഠിച്ച രീതിയാണെങ്കിൽ ബി സി ഡി, കോൺ എ എന്ന് പറഞ്ഞാൽ ബി സി ഡിയുടെ കേന്ദ്രവും. ഇപ്പൊ നമുക്ക് ആവശ്യം ഇത് 130 കിട്ടി. നമുക്ക് ആവശ്യം കോൺ എ. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകളെ കൂട്ടിയാൽ 360. നേരത്തെ അറിയാവുന്ന കാര്യം.
ചതുർഭുജ കോണുകളുടെ തുക 360. ഇവിടെ 3 കോണ് തന്നിട്ടുണ്ട്. ആ 3 കൂടെ കൂട്ടണം. 50 പ്ലസ് 80 പ്ലസ് 130 260. ഒരു ചതുർഭുജത്തിന്റെ ഏത് ചതുർഭുജമാണെങ്കിലും അതിൽ 4 കോണുകളെ കൂട്ടിയാൽ 360 കിട്ടും. ത്രികോണമാണെങ്കിൽ 3 കോണുകൾ ഉണ്ടാവും. 3 കോണും കൂട്ടിയാൽ 150. ചതുർഭുജം ആകുമ്പോൾ അത് 360 ആവും. ഒരു 150 കൂടെ കൂടും. പഞ്ചഭുജം ആകുമ്പോൾ ഒരു 150 കൂടെ കൂടും, 540. ഷഡ്ഭുജം ആകുമ്പോൾ ഒരു 150 കൂടെ കൂടും, 540, 150, 720. അപ്പോൾ ഒരു ചതുർഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് 150 ഡിഗ്രി വീതം ആകെ കോണുകളുടെ തുക കൂടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ചെറിയ ത്രികോണം അത് 150. ചതുർഭുജം ആകുമ്പോൾ ഒരു 150 കൂടും, 360. പഞ്ചഭുജം ആകുമ്പോൾ ഒരു 150 കൂടും, 540. ഷഡ്ഭുജം ആകുമ്പോൾ ഒരു 150 കൂടും, 540, 150, 720. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ചതുർഭുജത്തിന്റെ 4 കോണുകൂടെ കൂട്ടിയാൽ 360. 3 കോൺ നമുക്കിവിടെ അറിയാം. ആ 3 കൂടെ കൂട്ടിയാൽ 260. അപ്പൊ കോൺ എ ഈ 360 260 കുറച്ചാൽ 100 കിട്ടും. ഇനി വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് DCBയുടെ കേന്ദ്രകോണം അറിയാം. കാരണം കോൺ എയുടെ ശിഷ്ടജാവാണ് DCA അല്ലെ DBA. അപ്പൊ അതിന്റെ കേന്ദ്രകോണത്തിന്റെ 2 മടങ്ങായിരിക്കും 200 ഡിഗ്രി. ചോദിച്ചിട്ടില്ല. ഇനി ത്രികോണം ABCയുടെ കോണളവുകൾ കണ്ടുപിടിക്കുക. ഇത് ഉപയോഗിച്ച് ത്രികോണത്തിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ പറ്റും. ത്രികോണം ABCയുടെ കോണളവുകൾ കണ്ടുപിടിക്കുക. ഒരു വൃത്തം, ആ വൃത്തത്തിലെ ഒരു ത്രികോണാണ് ABC. ABC. ഇവിടെ തന്നേക്കണ വൃത്തകേന്ദ്രം തന്നിട്ടുണ്ട്. പേരില്ലാന്ന് വൃത്തകേന്ദ്രമായിട്ട് അത് യോജിപ്പിച്ചേക്കാം. നമുക്കൊരു പേര് കൊടുക്കാം. തൽക്കാലം O എന്ന് കൊടുക്കാം. ഈ ഓയില് എയും സിയുടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 90 ഡിഗ്രി. എയും ബിയുടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ 120 ഡിഗ്രി. സിയും ബിയുടെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ 180. ശരിക്കും 150 രണ്ടും കിട്ടിയാൽ 3 കൂട്ടി 360 വരുള്ളൂ. 90, 120, 210. അപ്പൊ 150. 3 കേന്ദ്ര കോൺ തന്നിട്ടുണ്ട്. ഇനി ABCയുടെ കോണളവുകൾ കാണും. കോൺ CAB എന്ന ചാപത്തിലെ കോണം. അതിന്റെ ശിഷ്ടജാവാണ് ഈ കാണുന്നത് DC. വേണമെങ്കിൽ നമ്മുടെ നമുക്കൊരു D എന്ന് പേര് കൊടുക്കാം, തിരിച്ചറിയാം. BDC. അപ്പൊ കോൺ എയുടെ അളവ് BDCയുടെ കേന്ദ്രകോണിന്റെ പകുതി. BDCയുടെ കേന്ദ്രകോൺ 150. ആ 150ന്റെ പകുതി 75 ഡിഗ്രി. ഇനി കോൺ B. കോൺ B ABC എന്ന വലിയ വൃത്തത്തിലെ കോണാണ്. അതിന്റെ ശിഷ്ടജാവാണ് EAC. വേണമെങ്കിൽ ഇവിടെ E എന്ന് കൊടുക്കാം. AEC കൊടുത്തില്ലേ കുഴപ്പമില്ല. ചെറിയ ജാവ AC എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ജാവ AC, ഇത് വലിയ ജാവ. ADC ഈ വലിയ ജാവ AC തന്നെയാണ്. അത് വലിയ ജാവ, ചെറിയ ജാവ. വേണമെങ്കിൽ E കൊടുക്കാം. അപ്പൊ കോൺ ബിയുടെ ശിഷ്ടജാവാണ് ഈ ചെറിയ ജാവ AC. അതിന്റെ കേന്ദ്രകോൺ 90. ആ 90ന്റെ പകുതി 45 ഡിഗ്രി. അപ്പൊ ഏത് കോണും വൃത്തത്തിലെ ബിന്ദുവിലെ ഒരു ബിന്ദുവിലുള്ള കോൺ എന്ന് പറഞ്ഞാൽ അതിന് ശിഷ്ടജാവത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതി. ഇനി തിരിച്ചു പറഞ്ഞാൽ ഒരു കോൺ തന്നെ ആ കോണിന്റെ 2 മടങ്ങായിരുന്നു ശിഷ്ടജാവത്തിന്റെ കേന്ദ്രകോൺ. എയും ബിയും കിട്ടി. സി കിട്ടാൻ 2 മാർക്കുണ്ട്. ഒന്ന് ഇപ്പൊ പഠിച്ച രീതിയിൽ തന്നെ CAC
ACBയിലുള്ള അതിന്റെ ശിഷ്ടജാപമാണ് ചെറിയ ജാപ AB. അതിന്റെ കേന്ദ്ര കോണിന്റെ പകുതി 120/260. ഇതല്ലാതെ കാണാം. ത്രികോണത്തിലെ 3 കോണുകളെ കൂട്ടിയാൽ 150 കിട്ടും. അപ്പൊ 75ഉം 45 കൂടെ കൂട്ടുക. 10 ശിഷ്ടം 1 12 120. 3 കോണുകൾ കൂട്ടിയാൽ 160 180. 150 120 കുറച്ചാലും സി കണ്ടുപിടിക്കാൻ 2 മാർക്കും. ശിഷ്ടയാമത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതി അതായിരിക്കും എളുപ്പം. എന്റെ ശിഷ്ടയാമം ഇതാ സി 120ന്റെ പകുതി. അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം കൂട്ടി 150 കുറയ്ക്കും. കാരണം ത്രികോണത്തിൽ നേരത്തെ ചതുർഭുജത്തിന്റെ 4 കോണും 360 എന്ന് പറഞ്ഞാൽ ത്രികോണത്തിലെ 3 കോണം കൂട്ടിയാൽ 150. 150 ഈ തുക കുറച്ചാൽ എന്നാലും 60 കിട്ടും. അപ്പൊ ഇതാണ് ഒരു വൃത്തവും ത്രികോണവും തമ്മിലുള്ള ബന്ധം. ഇനി ഈ വൃത്തത്തിന്റെ ആരം അറിയാണെങ്കിൽ ത്രികോണം വരും. 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ത്രികോണം വരയ്ക്കും. അപ്പോ 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു. ആ വൃത്തത്തില് ഒരു ത്രികോണം വരയ്ക്കും. ആ ത്രികോണത്തിന്റെ പ്രത്യേകത 70 ഡിഗ്രി 50 ഡിഗ്രി 60 ഡിഗ്രി. ഇത് 3ഉം കോണാവുന്ന ഒരു ത്രികോണം ഒരു വൃത്തത്തിൽ വരയ്ക്കും. വൃത്തത്തിന്റെ വരയ്ക്കാനുള്ള ആരം തന്നിട്ടുണ്ട്. വൃത്തം വരച്ചു. ഇനി അത് 50 70 60 ഈ അളവുള്ള ത്രികോണം വരയ്ക്കും. അപ്പോ ത്രികോണം ഏത് വൃത്തത്തിലാണോ ഉള്ള ആ വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ട്. വൃത്തകേന്ദ്രം O ആണ്. എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇപ്പൊ നമ്മൾ പഠിച്ച അതേ രീതി ഇത് യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു, ഇത് യോജിപ്പിച്ചു. ഇനി ഇത് 3ഉം യോജിപ്പിച്ചപ്പോൾ നമ്മൾ വൃത്തത്തിന്റെ പേര് PQ, ത്രികോണത്തിന്റെ പേര് PQ. PQ, QR, PR എന്ന 3 ചെറിയ ജാപങ്ങൾ. ഈ 50 ഡിഗ്രി അത് P തുടങ്ങാം. P 70 ഡിഗ്രി ശിഷ്ടജാപത്തിന്റെ കേന്ദ്ര കോൺ അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇത് 140. Q 60 ഡിഗ്രി അതിന്റെ ശിഷ്ടജാപത്തിന്റെ കേന്ദ്ര കോൺ 120 ഡിഗ്രി. R 50 ഡിഗ്രി ശിഷ്ടജാപത്തിന്റെ കോൺ 100. ആ 3 കേന്ദ്ര കോണും കിട്ടി. 120 140 100. 3 കൂട്ടിയാൽ 360 കിട്ടും. 160 120 140 260 360 3 കോണും കിട്ടി. ഈ 3 കോണും അറിയാമെങ്കിൽ ത്രികോണം വരയ്ക്കാൻ പറ്റും. ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ള വൃത്തം വരയ്ക്കുക. ആരമുള്ള വൃത്തം വരച്ചു, കോമ്പസ് ഉപയോഗിച്ചു. ഇനി വൃത്തകേന്ദ്രം അടയാളപ്പെടുത്തുക. ആ വൃത്തകേന്ദ്രത്തിന് ഇതിലേതെങ്കിലും ഒരു കോൺ നിർമ്മിക്കാം. അപ്പൊ 100 കരുതുക. ഇങ്ങോട്ട് വരച്ചു. ഇവിടെ ഒരു 100 ഡിഗ്രി കോൺ നിർമ്മിച്ചു. അടുത്തത് അതിനടുത്ത് ഒന്നുകിൽ 120 അല്ലെങ്കിൽ 140. നമുക്കൊരു പണിയാം. ഇവിടെ ഒരു 120 ഡിഗ്രി ആളുള്ള വേറൊരു കോൺ വരയ്ക്കാം. 120. ഇനി മൂന്നാമത്തെ കോൺ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് 120 100 ആയി കഴിഞ്ഞാൽ ഇത് 140 ആയിരിക്കും. ആ 3 ബിന്ദുക്കൾ കണ്ടു. അപ്പോ ഇനി ഓരോന്നിന്റെ അളവ് നോക്കിയാൽ P 70 ഡിഗ്രി ആയിരിക്കും. 140 ഉള്ള ശിഷ്ടജാപത്തിന്റെ എതിരായി വരുന്നതായിരിക്കും P. Q 60 ഡിഗ്രി 120 എവിടെയാണോ അതിന്റെ എതിരായിട്ട് വരുന്നതാണ് Q. മൂന്നാമത്തെ R യോജിപ്പിച്ചാൽ PQ കിട്ടും. ഈ ഓരോ കോണും അളന്ന് നോക്കിയാൽ ഇത് 70 ഇത് 60 ഇത് 50. അപ്പോൾ ഇപ്പൊ പഠിച്ച തത്വം ഉപയോഗിച്ച് ഒരു വൃത്തത്തിന്റെ ആരം തന്നാൽ വൃത്തത്തിനകത്ത് ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഏത് ത്രികോണത്തിലാണോ ആ വൃത്തത്തിലാണോ ത്രികോണം വരച്ചേക്കണേ ആ വൃത്തത്തിന്റെ ആരം തന്നാൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയും. അതിന്റെ 3 കോണുകളും തന്നാൽ മതി. സാധാരണ ത്രികോണം വരയ്ക്കണമെങ്കിൽ 3 കോൺ തന്നാൽ ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ 70 50 60 ആണെങ്കിൽ അത് പല വിധത്തിലായിരിക്കാം. 70 50 60 ചെറുതായിട്ട് വരച്ചെങ്കിൽ അത് 70 50 എത്ര ത്രികോണങ്ങൾ വേണമെങ്കിൽ വരയ്ക്കാം. അളവ് മാറ്റിക്കൊണ്ട് കോൺ മാത്രമായിരിക്കും. പക്ഷെ
അത് ഏത് വൃത്തത്തിലാണോ വൃത്തത്തിന്റെ ആരെന്നൊന്ന് ആദ്യം വൃത്തം വരയ്ക്കും. വൃത്തം വരച്ചിട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം കോണിന്റെ അളവ് വെച്ച് കേന്ദ്രകോൺ കണ്ടുപിടിക്കും. ആ കേന്ദ്രകോൺ 3 നിർമ്മിക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും 2 നിർമ്മിച്ചാൽ മതി. ഇവിടെ നമ്മൾ 100 ഡിഗ്രി 120 ഡിഗ്രി വരച്ചപ്പോൾ 3 വശം കിട്ടും. ഈ കോൺ നോക്കേണ്ട ആവശ്യമില്ല, കാരണം 300 കൂടിയാൽ 360 വരുള്ളൂ. അപ്പോ 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചാൽ മൂലകൾ വൃത്തത്തിലാവുന്ന പോലെ ത്രികോണം വരയ്ക്കും. അത് നിങ്ങൾ ഹോംവർക്ക് അടിച്ചിരിക്കാം. 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് മൂലകൾ വൃത്തത്തിലാവുന്ന പോലെ ത്രികോണം വരയ്ക്കും. ഇപ്പൊ വരച്ച പോലെ തന്നെ അതിന്റെ കോണുകൾ 55, 60, 65. ത്രികോണത്തിലെ കോണുകൾ 70, 50, 60 പകരം 55, 60, 65. ഇപ്പൊ ചെയ്ത പോലെ 5 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് കേന്ദ്രകോൺ നിർമ്മിച്ച് ആ ത്രികോണം നിർമ്മിക്കുക. ഇനി വൃത്തവും ചതുർഭുജവും. ഇപ്പൊ ത്രികോണം പറഞ്ഞ പോലെ തന്നെയാണ് വൃത്തവും ചതുർഭുജമായിട്ടുള്ള ബന്ധവും നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വൃത്തം, ആ വൃത്തത്തില് ഞാൻ വരച്ചു. ഇവിടുന്ന് ഒരു 90 ഡിഗ്രി, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ABCD എന്ന ചതുരം വൃത്തത്തിനകത്ത് വെച്ചു. ഇനി വൃത്തത്തിൽ ഒരു പഞ്ചഭുജം വേണി വരയ്ക്കാം. വൃത്തം വരച്ചു. PQR 2 ഞാനുകൾ വെച്ചു. ഇനി ഇവിടെ ഒരു ബിന്ദു കണ്ടു. ആ ബിന്ദുവിലേക്ക് എസ് യോജിപ്പിച്ചു. അപ്പോൾ വരച്ചേക്കണേ ഇവിടെ എസ്. ഇപ്പൊ ഒരു ചതുർഭുജം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ചതുരമായി 90 ഡിഗ്രി ആയതാണ്. 4 ബിന്ദുക്കൾ മാത്രം കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയത് ഒരു ചതുർഭുജം എന്ന് പറയാനുള്ളൂ. കോണുകളെല്ലാം വ്യത്യാസം. ഇനി വൃത്തം വരയ്ക്കാം. സമാന്തരമായിട്ട് 2 വരകൾ, ഒരു വലിയ വര, ഒരു ചെറിയ വര യോജിപ്പിച്ചാൽ കിട്ടുന്നത് അതാണ് ലംബകം. ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരമാകുന്നത് ലംബകം എന്ന് പറയും. ഒരു വൃത്തം, വൃത്തത്തിലൊരു ഞാൻ സമാന്തരമായിട്ട് അതിനേക്കാളും വലിയൊരു ഞാൻ താഴെ വര, സമാന്തരമായിട്ടൊരു വര. അപ്പൊ അതും ലംബമായി. അപ്പൊ ഇതെല്ലാം ഒരു വൃത്തത്തിനകത്ത് വരുന്ന ചതുർഭുജങ്ങളാണ്. ഒരു വൃത്തത്തിൽ ഏതെങ്കിലും 4 ബിന്ദുക്കളെ യോജിപ്പിച്ച് 4 ബിന്ദുക്കളെ യോജിപ്പിച്ചാൽ കിട്ടുന്നതാണ് ചതുർഭുജം. 4 കോണുകളും മട്ടക്കോണാണെങ്കിൽ അത് ചതുരാവും. ഒരു ജോഡി വശങ്ങള് സമാന്തരമായി കഴിഞ്ഞാൽ അത് ലംബകവും. 4 വ്യത്യസ്തമായ ബിന്ദുക്കളാണെങ്കിൽ, അകലം വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സാധാരണ ചതുർഭുജം. നമുക്ക് വൃത്തകേന്ദ്രം O എന്ന് എഴുതുക. ഇത് ഒരെണ്ണം എടുത്തു, വൃത്തകേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു. നമുക്ക് കോൺ പി, കോൺ ബിയുടെ കേന്ദ്ര കോണാണ്. കോൺ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ശിഷ്ടജാപം. കോൺ പി QPR എന്ന ചാപത്തിലുള്ളതാണ്. അപ്പൊ അതിന്റെ ശിഷ്ടജാപം QSR ആണ്. RSQ, RSQവിന്റെ പകുതിയായിരിക്കും. RSQവിന്റെ പകുതി, ചാപം RSQവിന്റെ പകുതിയായിരിക്കും. കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും കോൺ പി. അതിന്റെ ശിഷ്ടജാപമാണ് RSQ. അതിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് കോൺ പി. കോൺ, ഇനി അതിന്റെ ഏത് കോൺ നമ്മൾ നോക്കാം. കോൺ എസ്, കോൺ എസിന്റെ ശിഷ്ടജാപം PQR. PQRന്റെ പകുതി
മറ്റത് QSRന്റെ പകുതി, ഇത് QPRന്റെ പകുതി. PQR അല്ല, QPRന്റെ പകുതി. എസിന്റെ ശിഷ്ടജാപമാണ് QPR, അതിന്റെ പകുതിയാണ് എസ്. പി RSQന്റെ പകുതിയാണ്. RSQ ആണ് ശാപം. ഈ ശാപമാണ് പിയുടെ ശിഷ്ടജാപം. അതിന്റെ കേന്ദ്രകോൺ, അത് കേന്ദ്രകോൺ എത്ര ആയിക്കോട്ടെ നമ്മൾ നോക്കണ്ട, ആ കേന്ദ്രകോണിന്റെ പകുതിയാണ് കോൺ പി. കോൺ എസ്, അതിന്റെ ശിഷ്ടജാപമാണ് QPR. അതിന്റെ കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും കോൺ എസ്. നമുക്ക് കോൺ പിയും കോൺ എസും കൂടെ കൂട്ടി എഴുതുക. കോൺ പിയും കോൺ എസും കൂടെ കൂട്ടി കോൺ പി പ്ലസ് കോൺ എസ്. അപ്പോ RSQന്റെ പകുതി QPRന്റെ പകുതി, ഇത് രണ്ടും കൂട്ടും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ പകുതി RSQ പ്ലസ് QPR. ഈ QPRന്റെയും RSQന്റെയും കേന്ദ്രകോണുകളുടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി ഉണ്ടാകും. RSQന്റെ കേന്ദ്രകോണിന്റെ പകുതിയും QPRന്റെ കേന്ദ്രകോണിന്റെ പകുതിയും കാണുന്നതിന് പകരം ഈ രണ്ടിനെ കേന്ദ്രകോണുകൾ കൂട്ടിയിട്ട് പകുതി ഉണ്ടാകും. RSQന്റെയും QPRന്റെയും കേന്ദ്രകോൺ കൂട്ടി അത്ര കിട്ടും. QPRും RSQും ഏത് ശാപങ്ങളാണ്? ശിഷ്ടജാപങ്ങളാണ്. ഒന്നൊന്നിന്റെ ശിഷ്ടജാപം. രണ്ട് ശിഷ്ടജാപങ്ങൾ കൂട്ടിയാൽ വൃത്താവും. വൃത്തത്തിന്റെ കേന്ദ്രകോൺ 360. അപ്പം 360ന്റെ പകുതി 180. അപ്പോ ഒരു വൃത്തത്തിനകത്ത് വരുന്ന ചതുർഭുജത്തിന്റെ പ്രത്യേകത എതിർ ശീർഷ കോണുകളുടെ തുക 180 ആയിരിക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടിയാൽ ഇത് രണ്ടും കൂട്ടിയാൽ ഇതേപോലെ തന്നെയാണ്. കോൺ Q എന്ന് പറഞ്ഞാൽ PRSന്റെ കേന്ദ്രകോണിന്റെ പകുതി. R എന്ന് പറഞ്ഞാൽ RPSന്റെ കേന്ദ്രകോണിന്റെ പകുതി. RQRന്റെ കേന്ദ്രകോൺ കോൺ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് QPSന്റെ കോൺ R വരുന്നത് കോൺ R വരുന്നത് ഇവിടെ PRS, അതിന്റെ കേന്ദ്രകോണിന്റെ പകുതി. അപ്പോ കോൺ Qന്റെ കേന്ദ്രകോൺ ഈ ചാവും, അതിന്റെ പകുതി. കോൺ R വരുമ്പോ കോൺ R വരുന്ന രണ്ട് ബിന്ദുക്കള് ഈ കോൺ PQS. അപ്പൊ PQSന്റെ കേന്ദ്രകോണിന്റെ പകുതി PRSന്റെ കേന്ദ്രകോണിന്റെ പകുതി. PRSും PQSും പരസ്പര ശിഷ്ടജാപങ്ങളാണ്, എതിർജാപങ്ങളാണ്. അവയുടെ തുക 360ന്റെ പകുതി. അതിന് അങ്ങനെ നോക്കണ്ട. ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണെങ്കിൽ ഇത് 4 കൂടെ കൂട്ടിയാൽ 360 അല്ലേ വരുള്ളൂ. ചതുർഭുജത്തിന്റെ 4 കോണിന്റെയും തുക 360. അപ്പൊ അതിൽ 2 കൂട്ടിയാൽ 180 വന്നാൽ അടുത്ത 2 കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വൃത്തത്തിനകത്ത് വരുന്ന ചതുർഭുജത്തിന്റെ എതിർശീർഷ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി. അതിനാണ് അനുപൂരകം എന്ന് പറയും. പൂരകം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, അനുപൂരകം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ ഒരു ചതുർഭുജത്തിന്റെ വൃത്തത്തിനകത്ത് വരുന്ന ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ 4 മൂലകൾ വൃത്തത്തിലാണെങ്കിൽ അത് വൃത്തത്തിനകത്തുള്ള ചതുർഭുജമാണ്. അതിന്റെ എതിർശീർഷ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഈ ചതുർഭുജത്തിന്റെ ഒരു പേരുണ്ട്, ചക്രീയ ചതുർഭുജം എന്ന് പറയും. 4 ബിന്ദുക്കളും വൃത്തത്തിലാണ് ഈ ചക്രീയ ചതുർഭുജം. അപ്പൊ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർശീർഷ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു ചക്രീയ ചതുർഭുജം. അങ്ങനെയുള്ളതിനാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. എന്നാൽ വെറുതെ ഒരു ചതുർഭുജം നമുക്ക് തന്നു, അത് ചക്രീയ ആണോ നോക്കണമെങ്കിൽ അതിന്റെ 4 മൂലകൾ കൂടെ വൃത്തം കടന്നു പോകുന്ന നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ചതുർഭുജം തന്നു, ABCD ഇങ്ങനെ ABCD. എയുടെ അളവ് 95, ബിയുടെ അളവ് 65, സിയുടെ അളവ് 85. ഒന്നൊന്ന് എഴുതുക. ഈ 3 തന്നോ 4 കണ്ടുപിടിക്കാം. നമുക്ക് ഇത് മതി. എയും സിയും എതിർശീർഷ കോണുകളാണ്. അത് 2 കൂട്ടി വെക്കാം.
95 85 കൂട്ടിയാൽ 10 ശിഷ്ടം 150 കിട്ടും. അപ്പൊ ഇതറിയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും വൃത്തത്തിലേക്ക് എതിർശീർഷ കോണായിട്ട് വരും. ഇത് രണ്ടും 150 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 150 ആയിരിക്കും. അപ്പോൾ ABCDയുടെ ചുറ്റും ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എതിർശീർഷ കോണുകളുടെ അളവുകളുടെ തുകയാണെങ്കിൽ ഇതൊരു ചക്രീയ ചതുർഭുജം ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. എതിർശീർഷ കോണിന്റെ അളവ് 150 ആയിരിക്കണം. ഇപ്പൊ ഒരു ചതുർഭുജം ഇങ്ങനെ വരച്ചെന്ന് കരുതുക. ഇതിന്റെ 4 മൂലകൾ കടന്നൊന്നും വൃത്തം വരയ്ക്കാൻ നിൽക്കില്ല. കാരണം ഇവിടത്തെക്കാളും കൂടുതലുണ്ട് ഇവിടെ. അപ്പൊ ഒരിക്കലും ഇതിന്റെ കണ്ടാൽ തന്നെ അറിയാം എതിർശീർഷ കോണിന്റെ തുക 290 കുറവാണ്, 150 വരില്ല. ഇത് 150 കൂടുകയും ചെയ്യും. 2 കൂട്ടിയാൽ 150 കുറയും, 2 കൂട്ടിയാൽ 150 കൂടും. അപ്പൊ ചക്രീയാവില്ല. ചക്രീയമാകണമെങ്കിൽ ഒരു ജോഡി എതിർശീർഷ കോണുകളുടെ തുക 150 ആയിരിക്കും. അപ്പൊ അടുത്ത ജോഡി 150 ആയിരിക്കും. ചക്രീയ ചതുർഭുജം. അപ്പൊ ചക്രീയ ചതുർഭുജം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു കണക്കുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ചതുർഭുജങ്ങൾ ചക്രീയ ചതുർഭുജങ്ങളാണോ എന്ന് പരിശോധിക്കുക. വൃത്തം തന്നിട്ടില്ല, ഒരു ചതുർഭുജം. ഒരു ചതുർഭുജം PQRS. ഇത് 70 ഡിഗ്രി, ഇത് 110 ഡിഗ്രി. ഇതൊരു ചക്രീയ ചതുർഭുജമാണോ നോക്കുക. 2 കോണേ തന്നിട്ടുള്ളൂ, ബാക്കി 2 കോണും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കോൺ എസും കോൺ ക്യൂവും കൂടെ കൂട്ടുക. 110 70 കൂട്ടിയാൽ 150. അത് എതിർശീർഷ കോണല്ലേ. ഒരു ജോഡി എതിർശീർഷ കോണുകളുടെ അളവുകളുടെ തുക 150 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി വേറെ ഒന്ന്, ABCD. ഇത് 80, ഇത് 50. ചക്രീയാണെന്ന് ചോദിച്ചാൽ എതിർശീർഷ കോണ് തന്നിട്ടുണ്ട്. 2 കൂട്ടി 130 കിട്ടും. 150 ഇല്ല, 150 കുറവാണ്. അപ്പൊ ഇതൊരു ചക്രീയ ചതുർഭുജം അല്ല. എതിർശീർഷ കോണുകളുടെ അളവുകളുടെ തുക 150 അല്ല. 150 കുറവാണോ കൂടുതലാണോ നോക്കേണ്ട ആവശ്യമില്ല. 150 അല്ലെങ്കിൽ അത് ചക്രീയ ചതുർഭുജം അല്ല. അപ്പൊ ഇങ്ങനെ ചക്രീയ ചതുർഭുജങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്. അപ്പോൾ ഇതുവരെ പഠിച്ച് ഒന്ന് നോക്കുക. ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, അത് ചെയ്യുക. ബാക്കി